വീണ്ടും ഒരു കഥയായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ട് രജനികാന്തിൻ്റെ പടം അതിശയപ്പിറവി. അതെ, മരിച്ചുപോയ ആത്മാവ് സ്വർഗത്തിലെത്തുന്നു. അവിടെ നിന്ന് നോക്കുമ്പോൾ തനിക്ക് ടൈമിംഗ് ഉണ്ടെന്ന് പറയുന്നു. അല്ലെങ്കിൽ തൻ്റെ ശരീരം വേറൊരാളെ കൊണ്ടുവരേണ്ടത് പറയുന്നു. അപ്പോൾ അയാൾ വേറെ ബോഡി തപ്പൊന്നും കേട്ടില്ല. എന്നാൽ അത് 1990 പടം എടുത്ത് വെച്ചാണ്. നമ്മുടെ മലയാളികൾ അതിന് മുന്നേ ഇതേ തീം വെച്ച് ഒരു പടം എടുത്തിട്ടുണ്ട്. അതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പടത്തിൻ്റെ പേര് പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ. സത്യനന്ദിക്കാടാണ് ഇതിൻ്റെ സംവിധാനം. നമ്മുടെ സിദ്ദിഖ് ലാൽമാരുടെ ഫസ്റ്റ് തിരക്കഥ ഈ പടത്തിലാണ്. അതുപോലെ ഹർഷൽ ശോകൻ ആദ്യമായി സിനിമയിൽ വന്നതും ഈ പടത്തിലാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. ഇതിൽ പപ്പൻ എന്നാണ് നായകൻ്റെ പേര്. ഒരു മോട്ടോർ ബൈക്ക് ആക്സിഡൻറ്റിൽ പപ്പൻ മരിക്കുകയാണ്. അങ്ങനെ മൂപ്പര് കാറിൻ്റെ അടുത്തെത്തുന്നു. നോക്കുമ്പോൾ മൂപ്പർക്ക് ഇനി ആയുസുണ്ട്. ശരിക്കും മരിക്കേണ്ട പപ്പൻ എന്ന് പറഞ്ഞ ആൾ വേറെയാണ്. അതോടെ അവിടെ തല്ലൂട്ടം നടക്കുന്നു. അതോടെ യമൻ പറയാണ്, ശരി, ഈ ഒരു കാര്യം ചെയ്യും, ഒരാഴ്ച എന്താണ് മൂപ്പർക്ക് ആയുസുള്ളത്, ആ ഒരാഴ്ച ഞാൻ വേറൊരു ശരീരം സംഘടിപ്പിച്ച് തരാം. അതായത് ശരിക്കും മരിക്കേണ്ട പപ്പനാഭൻ എന്ന് പറഞ്ഞ ഒരു വയസ്സായ ആളുണ്ട്. അയാളുടെ ശരീരം ഇതിൽ നീ കയറിക്കോ, അയാളുടെ ആത്മാവ് ഞാൻ കൊണ്ടുപോകാൻ പറയണം. പപ്പന് ഒറ്റ ആഗ്രഹമുള്ളൂ, താൻ മരിച്ചു പോയ കാര്യം തൻ്റെ കാമുകിയോട് പറയണം. കാരണം അതറിയാതെ അവരെ കല്യാണം നടത്താനുള്ള പരിപാടിയിലാണ് ഈ കാമുകിയോട് വിട്ടുവരും. പിന്നെ ഈ മരണം ഒരു കരുതിക്കുട്ടി മരണമാണ്. അങ്ങനെ പപ്പൻ ഈ വയസ്സായ ശരീരത്തിലേക്ക് കയറുന്നു. പക്ഷെ അത് പപ്പനെ ഉൾക്കാൻ പറ്റുന്നില്ല. അതോടൊപ്പം വീണ്ടും കാലിനെ വിളിക്കണം. നോക്കുമ്പോൾ പപ്പ കാലം പറഞ്ഞില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണം. അത് ശരിയാവുന്നില്ല. അങ്ങനെ 2-3 ശരീരത്തിലൂടെ കയറി പപ്പൻ എങ്ങനെ തൻ്റെ കാമുകിയുടെ അടുത്ത് എത്തുന്നതെന്നും കാമുകിയാണെങ്കിൽ താൻ മരിച്ച കാര്യം പറയുന്നതെന്നാണ് ഈ പടത്തിലെ ഇതിവൃത്തം. ഇതിൽ അഭിനയിക്കുന്നവർ മോഹൻലാൽ, റഹ്മാൻ, ശങ്കരാടി, നെടുമുടി വേണു, രാജൻ ബി ദേവ്, ലിസി, ജോസ് പ്രകാശ് എന്നിവരാണ്. അപ്പോൾ പടം കണ്ടു നോക്കുക. വളരെ മനോഹരമായൊരു പടമാണ്. 1986 പടം റിലീസ് ചെയ്തത്.